ഹായ് ഫ്രണ്ട്സ്, BAMS ExamADC എന്ന യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്ത വീഡിയോസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നു എന്ന് വിശ്വസിക്കുന്നു. തുടർന്നും വീഡിയോസ് കാണുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നിപ്പോൾ ഈ വീഡിയോയിൽ കൂടി 2 ടോപ്പിക്സാണ് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഫൈനൽ ഇയർ ശല്യതന്ത്ര പേപ്പർ 1 പാർട്ട് ബിയിൽ സ്നായു വികാരത്തിൽ വരുന്ന 2 ഡിസീസസ് ആണ് ടെന്നസ്, എൽബോ, ഗാംഗ്ലിയോൺ. അപ്പോൾ ഇത് രണ്ടുമാണ് ഇന്ന് ഈ വീഡിയോയിൽ കൂടി ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. യൂഷ്വലി ഒരു 3 മാർക്സ്, ഒരു 5 മാർക്സിനൊക്കെ ചോദിച്ചാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എഴുതാവുന്ന രീതിയിലാണ് ഇപ്പോൾ സ്ലൈഡ്സ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് 1 by 1 നോക്കാം. ഫസ്റ്റ് ടെന്നസ് എൽബോ. Tennis elbow, also known as lateral epicondylitis. itis ആണ്, അപ്പോൾ ഇൻഫ്ലമേഷൻ എന്തിൻ്റെ? ലാറ്ററൽ എപ്പികോണ്ടൈലിൻ്റെ. നമ്മുടെ ഹ്യൂമറസിൻ്റെ ലോവർ എൻഡിൽ 2 പ്രോമിനൻസസ് ഉണ്ട്, മീഡിയൽ ആൻഡ് ലാറ്ററൽ എപ്പികോണ്ടൈൽ. അതിൽ ലാറ്ററൽ എപ്പികോണ്ടൈലിന് വരുന്ന ഇൻഫ്ലമേഷനെയാണ് ടെന്നസ് എൽബോ എന്ന് പറയുന്നത്. നമ്മുടെ ഫോറാം എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് മസിൽസ് ഉണ്ട്. ഇപ്പോൾ പേര് പറയുകയാണെങ്കിൽ ലൈക്ക് എക്സ്റ്റൻസർ കാർപ്പി റേഡിയാലിസ്, എക്സ്റ്റൻസർ കാർപ്പി അൾനാരിസ്, ബ്രാക്യോ റേഡിയാലിസ്, അങ്ങനെ ഒരു കുറച്ച് മസിൽസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ പേരൊക്കെ ഒന്ന് ഓർത്തിരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ കോമൺ ആയിട്ട് നമുക്ക് ഫോറാമിലുള്ള എക്സ്റ്റൻസർ മസിൽസ് എന്ന് പറയാം. ആ എക്സ്റ്റൻസർ മസിൽസിന് ഹ്യൂമറസുമായിട്ട് കണക്ട് ചെയ്യുന്ന ടെൻഡൻ, ആ ടെൻഡന് വരുന്ന പാർഷ്യൽ ടിയർ കൊണ്ടുണ്ടാകുന്ന ഒരു പെത്തോളജിക്കൽ കണ്ടീഷനാണ് ടെന്നസ് എൽബോ. അപ്പോൾ ടെൻഡന് വരുന്ന ഇൻഫ്ലമേഷനാണ്. സോ ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ടെൻഡനൈറ്റിസ്. ആയുർവേദിക് വ്യൂവിൽ നമുക്കിതിനെ സ്നായു ശോധമായിട്ട് കോറിലേറ്റ് ചെയ്ത് പറയാം. ഇനി ഇതിൻ്റെ എറ്റിയോളജി ആൻഡ് റിസ്ക് ഫാക്ടേഴ്സ്. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ആയിട്ട് ഇതിൻ്റെ കോസിറ്റീവ് ഫാക്ടർ പറയുന്നത് ഡയറക്റ്റ് ട്രോമ അല്ലെങ്കിൽ ഇഞ്ചുറി. പിന്നെ പേരിൽ നിന്ന് തന്നെ നമുക്കറിയാം ഇത് മെയിനായിട്ട് ടെന്നീസ് പ്ലെയേഴ്സിനാണ് വരുന്നത്. ടെന്നീസ് പ്ലെയേഴ്സിന് മാത്രമല്ല, വോളിബോൾ പ്ലെയേഴ്സ്, ബാസ്കറ്റ്ബോൾ പ്ലെയേഴ്സ്, ഇവർക്കൊക്കെ ഈ ഒരു ഡിസീസ് കാണാറുണ്ട്. അതായത് റിപ്പീറ്റഡ് ആയിട്ട് എൽബോ ജോയിൻറ്റിന് ഉണ്ടാവുന്ന മൂവ്മെൻറ്റ്സ്, ആക്ടിവിറ്റീസ്, അതൊക്കെയാണ് ഇതിൻ്റെ ഒരു കോസിറ്റീവ് ഫാക്ടറായിട്ട് പറയുന്നത്. പിന്നെ പറയുന്നത് ഫോഴ്സ്ഫുൾ ആക്ടിവിറ്റീസ് ദാറ്റ് ഇൻവോൾവ് ട്വിസ്റ്റിംഗ് ഓഫ് റിസ്റ്റ്, കോമൺ ഇൻ അത്ലറ്റ്സ്. പിന്നെ കോൺസ്റ്റൻ്റ് ആയിട്ട് കമ്പ്യൂട്ടർ, കീബോർഡ്, മൗസ് യൂസ് ചെയ്യുന്നവർ, അതായത് ഇപ്പോൾ IT പ്രൊഫഷണൽസ്, ബാങ്കേഴ്സ്, അങ്ങനെയുള്ളവരിലും ഈ കണ്ടീഷൻ കാണാറുണ്ട്. ഒബസിറ്റി ഇതിൻ്റെ ഒരു റിസ്ക് ഫാക്ടറായിട്ട് പറയുന്നു. ഇനി ഇതിൻ്റെ ക്ലിനിക്കൽ ഫീച്ചേഴ്സ്. ഇന്ന് നമ്മൾ പറയുന്ന 2 ഡിസീസസ് ടെന്നസ് എൽബോയും ഗാംഗ്ലിയോണും യൂഷ്വലി കാണുന്നത് യങ് അഡൽട്ട്സിലാണ്. ടെന്നസ് എൽബോയുടെ ഒരു മേജർ സിംറ്റമാണ് പെയിൻ. എൽബോ ജോയിൻറ്റിലാണ് പെയിൻ ഉണ്ടാവുന്നത്. അത് റെസ്റ്റിംഗ് കണ്ടീഷനിലും ഉണ്ടാകും, അല്ലാതെ മൂവ്മെൻറ്റ്സ് ചെയ്യുന്ന സമയത്ത്, ഇപ്പോൾ എക്സ്റ്റൻഷൻ, ഫ്ലെക്ഷൻ മൂവ്മെൻറ്റ് ചെയ്യുന്ന സമയത്തും ആക്റ്റീവായിട്ടും പാസീവായിട്ടുള്ള മൂവ്മെൻറ്റ്സ് ചെയ്യുമ്പോൾ പെയിൻ വരും. പിന്നെ ലാറ്ററൽ എപ്പികോണ്ടൈൽ പാൽപ്പേറ്റ് ചെയ്യുന്ന സമയത്ത് പെയിൻ ഉണ്ടാവും. എന്തെങ്കിലും ഒബ്ജക്ട്സ് നമ്മൾ ഗ്രാസ്പ് ചെയ്യുക, ഹോൾഡ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോഴും പെയിൻ ഉണ്ടാവും. ഇത് കൂടാണ്ട് മോർണിംഗ് സ്റ്റിഫ്നെസ്, പിന്നെ രാത്രി കാലങ്ങളിൽ ചിലപ്പോൾ പെയിൻ ഉണ്ടാവാറുണ്ട്, അതായത് ഒക്കേഷണൽ നൈറ്റ് പെയിൻ ഉണ്ട്. സ്വെല്ലിംഗ് റയറാണ്. ഇനി ഇതിൻ്റെ ഡയഗ്നോസിസ്. എക്സ്റേസ് യൂഷ്വലി നെഗറ്റീവാണ്. അതിൽ കാര്യമായിട്ടുള്ള ക്ലിനിക്കൽ ഫൈൻഡിങ്സ് ഒന്നും നമുക്ക് കാണാൻ സാധിക്കില്ല. പിന്നെ നമ്മൾ പറഞ്ഞു പാൽപേഷൻ ചെയ്യുമ്പോൾ ലാറ്ററൽ എപ്പികോണ്ടൈലിനെ ഡിസ്റ്റലായിട്ട് പാൽപ്പേറ്റ് ചെയ്യുന്ന സമയത്ത് ടെൻഡർനെസ് നമുക്ക് ഫീൽ ചെയ്യും. ഇനി ടെന്നസ് എൽബോ കൺഫേം ചെയ്യാനായിട്ട് ചെയ്യുന്ന 3 ടെസ്റ്റുകളാണ് കോസൻസ് ടെസ്റ്റ്, മിൽസ് ടെസ്റ്റ്, മിഡിൽ ഫിംഗർ ടെസ്റ്റ്. ഈ 3 ടെസ്റ്റും എലിസിറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ നോർമൽ അനാറ്റമിക്കൽ പൊസിഷനും റിസ്റ്റ് എൽബോ ജോയിൻറ്റിൻ്റെ നോർമൽ മൂവ്മെൻറ്റ്സും അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമേ ഈ 3 ടെസ്റ്റും കറക്റ്റായിട്ട് നമുക്ക് പെർഫോം ചെയ്ത് ഡിസീസ് കൺഫേം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് 1 by 1 ആയിട്ട് ഈ 3 ടെസ്റ്റും നോക്കാം.
അപ്പോൾ ഓരോ ടെസ്റ്റ് ഇങ്ങനെ പറയുമ്പോൾ അതിൽ ചെയ്യേണ്ട പൊസിഷൻസും അതുപോലെ മൂവ്മെൻറ്റ്സും നമുക്കിങ്ങനെ പിക്ചറിലി കാണിച്ച് പോകാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പമായിട്ട് മനസ്സിലാവും. ഫസ്റ്റ് എന്ന് പറയുന്നത് കോസൻസ് ടെസ്റ്റാണ്. കോസൻസ് ടെസ്റ്റ് ചെയ്യാനായിട്ട് എൽബോ ആദ്യം ഫ്ലെക്സ്ഡ് പൊസിഷനിൽ വെക്കുക. ആ ഫസ്റ്റ് ഫിഗറിൽ സെക്കൻഡ് കാണുന്നതാണ് എൽബോയുടെ ഫ്ലെക്സ്ഡ് പൊസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എൽബോ ഫ്ലെക്സ് ചെയ്ത് വെക്കുക, ഫോറാം പ്രോണീറ്റ് ചെയ്ത് വെക്കുക. ആ ഫസ്റ്റ് ഫിഗറിലുണ്ട് പ്രോണേഷൻ പൊസിഷൻ. റിസ്റ്റ് എക്സ്റ്റെൻഡ് ചെയ്യുക. സെക്കൻഡ് ഫിഗറിൽ കാണിക്കുന്നുണ്ട് റിസ്റ്റിൻ്റെ എക്സ്റ്റൻഷൻ. ദെൻ റേഡിയൽ ഡീവിയേഷൻ കൊടുക്കുക. ഈ റേഡിയൽ ഡീവിയേഷൻ ചെയ്യുന്ന സമയത്ത് എക്സാമിനർ ഒരു റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഒരു പ്രഷർ അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യുക. അപ്പോൾ ലാറ്ററൽ എപ്പിക്കോണ്ടൈലിലെ പേഷ്യൻ്റ് പെയിൻ പറയുകയാണെങ്കിൽ ടെസ്റ്റ് പോസിറ്റീവാണ്, ഡയഗ്നോസിസ് കൺഫേംഡ്. സോ എൽബോ ഫ്ലെക്സ്ഡ് പൊസിഷനിൽ വെക്കുക, ഫോറാം പ്രോണേഷൻ പൊസിഷൻ, wrist extended, radial deviation against resistant. അപ്പോൾ ലാറ്ററൽ എപ്പിക്കോണ്ടൈലിൽ പെയിൻ പറയുകയാണെങ്കിൽ ടെസ്റ്റ് ഇസ് പോസിറ്റീവ്. ഇനി സെക്കൻഡ് പറയുന്ന ടെസ്റ്റാണ് മിൽസ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇതിന് വേണ്ടിയിട്ട് ആദ്യം പേഷ്യൻറ്റിൻ്റെ ഫോറാം പ്രോണേഷൻ പൊസിഷനിൽ വെക്കുക. റിസ്റ്റ് ഫ്ലെക്സ് ചെയ്യുക. ആ സെക്കൻഡ് ഫിഗറിൽ കാണിക്കുന്നുണ്ട് റിസ്റ്റിൻ്റെ ഫ്ലെക്ഷൻ. ദെൻ എൽബോ എക്സ്റ്റെൻഡ് ചെയ്യുക. ആ എക്സ്റ്റെൻഡ് ചെയ്യുന്ന സമയത്ത് എക്സാമിനർ പേഷ്യൻറ്റിൻ്റെ ലാറ്ററൽ എപ്പിക്കോണ്ടൈലിൽ പാൽപ്പേറ്റ് ചെയ്യുക. അങ്ങനെ പാൽപ്പേറ്റ് ചെയ്യുമ്പോഴത്തേക്കും പെയിൻ പറയുകയാണെങ്കിൽ ടെസ്റ്റ് ഇസ് പോസിറ്റീവ്. സോ ഫോറാം പ്രോണേറ്റ് ചെയ്ത് വെക്കുക, റിസ്റ്റ് ഫ്ലെക്സ്ഡ്, ദെൻ എൽബോ എക്സ്റ്റെൻഡഡ് while palpating lateral epicondyle of the patient. പെയിൻ പറയുകയാണെങ്കിൽ ടെസ്റ്റ് ഇസ് പോസിറ്റീവ്. ഇനി നെക്സ്റ്റ് പറയുന്നൊരു ടെസ്റ്റാണ് മിഡിൽ ഫിംഗർ ടെസ്റ്റ്. ഈ ടെസ്റ്റ് ചെയ്യാനായിട്ട് പേഷ്യൻറ്റിൻ്റെ ഫോറാം പ്രോണേഷൻ പൊസിഷനിൽ വെക്കുക. എന്നിട്ട് മിഡിൽ ഫിംഗറിൻ്റെ പ്രോക്സിമൽ ഇൻ്റർഫെലാഞ്ചിയൽ ജോയിൻറ്റിന് ഡിസ്റ്റലായിട്ട് ഒരു പ്രഷർ കൊടുക്കുക അല്ലെങ്കിൽ ഒരു റെസിസ്റ്റൻസ് കൊടുക്കുക. അപ്പോൾ പെയിൻ പറയുകയാണെങ്കിൽ ടെസ്റ്റ് ഇസ് പോസിറ്റീവ്. ഇതും ടെന്നസ് എൽബോ കൺഫേം ചെയ്യാനായിട്ട് ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ പേഷ്യൻറ്റിൻ്റെ ഫോറാം പ്രോണേഷൻ പൊസിഷനിൽ വെക്കുക, മിഡിൽ ഫിംഗറിൻ്റെ പ്രോക്സിമൽ ഇൻ്റർഫെലാഞ്ചിയൽ ജോയിൻറ്റിന് ഡിസ്റ്റലായിട്ട് ഒരു പ്രഷർ കൊടുക്കുക. അപ്പോൾ പേഷ്യൻ്റ് പെയിൻ പറയുകയാണെങ്കിൽ ടെസ്റ്റ് ഇസ് പോസിറ്റീവ്. അപ്പോൾ ഈ 3 ടെസ്റ്റാണ് ടെന്നസ് എൽബോ കൺഫേം ചെയ്യാനായിട്ട് യൂസ് ചെയ്തത്. കോസൻസ് ടെസ്റ്റ്, മിൽസ് ടെസ്റ്റ്, മിഡിൽ ഫിംഗർ ടെസ്റ്റ്. നെക്സ്റ്റിന് നമ്മൾ പറയുന്നത് ഡിഫറൻഷ്യൽ ഡയഗ്നോസിസ് ആണ്. 2 കണ്ടീഷനാണ് മെയിനായിട്ട് പറയുന്നത്. റേഡിയൽ ടണൽ സിൻഡ്രം, C6 C7 സർവൈക്കൽ റാഡിക്കുലോപ്പതി. റേഡിയൽ ടണൽ സിൻഡ്രം എന്ന് പറയുന്നത് റേഡിയൽ നെർവിന് എന്തെങ്കിലും പ്രഷർ കൊണ്ടുണ്ടാകുന്ന ഒരു ഡിസീസാണ്. C6 C7 സർവൈക്കൽ റാഡിക്കുലോപ്പതി എന്ന് പറയുന്നത് സർവൈക്കൽ നെർവ് റൂട്ടിൽ എന്തെങ്കിലും കംപ്രഷൻ കൊണ്ടുണ്ടാകുന്ന ഒരു ഡിസീസാണ്. അപ്പോൾ റേഡിയൽ ടണൽ സിൻഡ്രത്തിൽ പെയിൻ തന്നെയാണ് മേജർ സിംറ്റം.
ഒരു ഡൾ ഏക്കിംഗ് ആയിട്ടുള്ളൊരു പെയിൻ ആയിരിക്കും. അതുപോലെ ഈ റാഡിക്കുലോപ്പതിയിലും ഒരു റേഡിയേറ്റിംഗ് പെയിൻ ആയിരിക്കും, റേഡിയേറ്റിംഗ് ടു ഷോൾഡർ ജോയിൻറ്റ്, എൽബോ ജോയിൻറ്റ്. അപ്പോൾ ഇതിൽ നിന്നും ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ 3 ടെസ്റ്റ് എലിസിറ്റ് ചെയ്യുന്നത്. ട്രീറ്റ്മെൻറ്റ് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ആയിട്ട് പറയുന്നത് റെസ്റ്റ് തന്നെയാണ്. സ്ട്രെയിൻ ഉണ്ടാക്കുന്ന ആക്ടിവിറ്റീസ് അവോയ്ഡ് ചെയ്യുക. ഇതൊരു ഇൻഫ്ലമേറ്ററി കണ്ടീഷൻ ആയതുകൊണ്ട് നോൺ സ്റ്റെറോയിഡൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സ്, ഹൈഡ്രോകോർട്ടിസോൺ ഇഞ്ചെക്ഷൻ, ലോക്കലൈസ് ഫോമെൻറ്റേഷൻ, ഫിസിയോതെറാപ്പി. പിന്നെ മോസ്റ്റ് കൺവീനിയൻ്റ് ആയിട്ടും മോസ്റ്റ് അഡോപ്റ്റഡ് ആയിട്ടും ചെയ്യുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് പ്രൊസീജിയറാണ് ടെന്നീസ് എൽബോ ബെൽറ്റ് യൂസ് ചെയ്യാൻ പറയുന്നുള്ളത്. ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ബെൽറ്റ് അവൈലബിൾ ആണ്. അത് ആ ഫിഗറിൽ കാണിക്കുന്നുണ്ട് ഒരു 3 ടൈപ്സ്. ഇതാണ് ഏറ്റവും കൂടുതൽ അഡോപ്റ്റ് ചെയ്യുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി ഈ കൺസർവേറ്റീവ് മാനേജ്മെൻറ്റിലൊന്നും ഡിസീസ് പ്രോപ്പറായിട്ട് ഹീലായില്ല എന്നുണ്ടെങ്കിൽ സർജിക്കലായിട്ടൊരു മെത്തേഡ് പറയുന്നുണ്ട്. ദാറ്റ് ഈസ് ഡിറ്റാച്ച്മെൻറ്റ് ഓഫ് ഒറിജിൻ ഓഫ് കോമൺ എക്സ്റ്റൻസർ മസിൽ ഫ്രം ലാറ്ററൽ എപ്പിക്കോണ്ടൈൽ. കോംപ്ലിക്കേഷൻസ് യൂഷ്വലി ടെന്നീസ് എൽബോയ്ക്ക് ലെസ് കോംപ്ലിക്കേഷൻസ് ആണ്. ഇനി ട്രീറ്റ് ചെയ്യാണ്ടിരിക്കുന്ന ക്രോണിക് ആയിട്ടുള്ള കണ്ടീഷൻസിൽ ഉണ്ടാവുന്ന കോംപ്ലിക്കേഷൻസ് ആണ് കംപ്ലീറ്റ് റപ്ചർ ഓഫ് ടെൻഡൻ, നെർവ് എൻട്രാപ്മെൻറ്റ്, ലോസ് ഓഫ് മോഷൻസ് ഓഫ് എൽബോ ആൻഡ് ഫോറാം. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഗാംഗ്ലിയോൺ ആണ്. ഇതും സ്നായു വികാരത്തിൽ വരുന്നൊരു ഡിസീസാണ്. ഗാംഗ്ലിയോൺ എന്ന് പറയുന്നത് ഒരു സിസ്റ്റിക് സ്വെല്ലിംഗ് ആണ്. സിസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു സാക്ക് ഫിൽഡ് വിത്ത് എയർ അല്ലെങ്കിൽ ഫ്ലൂയിഡ് ആണ്. അപ്പോൾ ഗാംഗ്ലിയോണിൻ്റെ കേസിൽ അതൊരു ഫ്ലൂയിഡ് ഫിൽഡ് ആയിട്ടുള്ളൊരു സിസ്റ്റാണ്. ആൻഡ് ഈ സിസ്റ്റിക് സ്വെല്ലിങ് ഒക്കർ ചെയ്യുന്നത് മെയിനായിട്ട് ഗാംഗ്ലിയോൺ കാണുന്നതെന്ന് പറയുന്നത് റിസ്റ്റ് ജോയിൻറ്റിലും ആങ്കിൾ ജോയിൻറ്റിലുമാണ്. അപ്പോൾ ഈ 2 ജോയിൻറ്റ്സിലും കവർ ചെയ്ത് ഒരു ഔട്ടർ ക്യാപ്സ്യൂൾ അല്ലെങ്കിൽ ഒരു ജോയിൻറ്റ് ക്യാപ്സ്യൂൾ ഉണ്ടാവും. അതിന് നമ്മൾ സൈനോവിയൽ ഷീത്ത് എന്നും പറയും. അപ്പോൾ ആ ജോയിൻറ്റ് ക്യാപ്സ്യൂൾ അല്ലെങ്കിൽ സൈനോവിയൽ ഷീത്തിൽ ഉണ്ടാകുന്ന ഒരു സിസ്റ്റിക് സ്വെല്ലിങ്ങിനെയാണ് നമ്മൾ ഗാംഗ്ലിയോൺ എന്ന് പറയുന്നത്. ഇത് പെയിൻലെസ് ആണ്. ആ സിസ്റ്റിനകത്ത് ഒരു ജെല്ലി ലൈക്ക് ആയിട്ടുള്ളൊരു ക്ലിയർ ഫ്ലൂയിഡ് കാണാൻ പറ്റും. കോമൺ സൈറ്റ്സ് ഡോസം ഓഫ് റിസ്റ്റ്, ഫ്ലെക്സർ ആസ്പെക്റ്റ് ഓഫ് റിസ്റ്റ്, അറൗണ്ട് ആങ്കിൾ ജോയിൻറ്റ്. 3 ഫിഗറിൽ കാണിക്കുന്നുണ്ട്. ആയുർവേദിക് വ്യൂവിൽ നമുക്കിതിന് സ്നായു ഗ്രന്ഥിയായിട്ട് കോറിലേറ്റ് ചെയ്ത് പറയാം. എറ്റിയോളജി കോസ് മോസ്റ്റ്ലി അൺനോൺ ആണ്. മേ ബി ട്രോമാറ്റിക്. പിന്നെ ഡിസ്റ്റൽ ഇൻ്റർഫെലാഞ്ചിയൽ ജോയിൻറ്റിൻ്റെ ഓസ്റ്റിയോ ആർത്രൈറ്റിക് കണ്ടീഷനിൽ ഗാംഗ്ലിയോൺ കാണാറുണ്ട്. പിന്നെ ഒരു മോസ്റ്റ് കോമൺ കോസ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ ആ ഔട്ടർ ഷീത്ത് ടിഷ്യൂ ക്യാപ്സ്യൂളിൻ്റെ ടിഷ്യൂസിലുണ്ടാവുന്ന ആ ജോയിൻറ്റ് ക്യാപ്സ്യൂളിൻ്റെ ടിഷ്യൂസിലുണ്ടാവുന്ന ഡീജനറേറ്റീവ് ചേഞ്ചസ്. അതാണ് ഒരു മോസ്റ്റ് കോമൺ ആയിട്ടുള്ളൊരു കോസ് എന്ന് പറയുന്നത്. പെത്തോജെനിസിസ് നമ്മൾ പറഞ്ഞു ആ ടിഷ്യൂസിൽ ആ ടെൻഡൻ ഷീത്ത് അല്ലെങ്കിൽ ആ ക്യാപ്സ്യൂളിൽ ഉണ്ടാകുന്ന ടിഷ്യൂസിൽ ഡീജനറേറ്റീവ് ചേഞ്ചസ് ഉണ്ടാകും. അങ്ങനെ ഡീജനറേറ്റീവ് ചേഞ്ചസ് ഉണ്ടാകുമ്പോൾ അതിനുള്ളിലുള്ള സൈനോവിയൽ ഫ്ലൂയിഡ് ലീക്ക് ചെയ്ത് ഈ ജോയിൻറ്റ് ക്യാപ്സ്യൂൾ അല്ലെങ്കിൽ ആ ഷീത്തിലുള്ള ചെറിയ സ്പേസസ് മൈക്രോ സ്പേസസിൽ വന്ന് ഫില്ല് ചെയ്യും. അങ്ങനെ ഫ്ലൂയിഡ് ഫിൽഡായിട്ടുള്ള മൈക്രോ സ്പേസസ് ഒരുമിച്ച് കൂടുകയോ അല്ലെങ്കിൽ ആ ഫ്ലൂയിഡ് ഫിൽഡായിട്ടുള്ള മൈക്രോ സ്പേസ് ഒരെണ്ണം എൻലാർജ് ചെയ്യുകയോ ചെയ്യും. അങ്ങനെ എൻലാർജ് ചെയ്യുകയോ ഒരുമിച്ച് കൂടുകയോ രൂപാന്തരപ്പെടുന്ന ഒരു സ്വെല്ലിംഗ് ആണ് ഗാംഗ്ലിയോൺ എന്ന് പറയുന്നത്. ഡീജനറേഷൻ ഓഫ് ടെൻഡൻ ഷീത്ത്,
leakage of synovial fluid through capsule, fluid filled as small groups of microspaces in synovial sheath fused together or one group gets enlarged. This leads to the formation of ganglion. ഇനി ഇതിൻ്റെ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് നമ്മൾ നേരത്തെ പറഞ്ഞു, യൂഷ്വലി യങ് അഡൾട്ട്സിലാണ് ഇത് കാണുന്നത്. പെയിൻലെസ് ആണ്, സ്മൂത്ത് ആയിട്ടുള്ളൊരു സോഫ്റ്റ് ലംബ്. എക്സാമിനേഷൻ ചെയ്യുമ്പോഴത്തേക്കും നമുക്കൊരു സിസ്റ്റിക് ആയിട്ടുള്ളൊരു സ്വെല്ലിംഗ് ഫീൽ ചെയ്യാൻ പറ്റും. മൊബൈലാണ് ബട്ട് നോട്ട് മച്ച്. ട്രാൻസ് ഇലൂമിനൻ്റ് ആണ്. ട്രാൻസ് ഇലൂമിനൻ്റ് എന്ന് പറയുന്നത് ഇത് കൺഫേം ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്ക് കൂടിയാണ്. അതായത് ഒരു ഫ്ലാഷ് ലൈറ്റ് അല്ലെങ്കിൽ ഒരു പെൻ ലൈറ്റോ ഒരു ടോർച്ച് ലൈറ്റോ എന്തെങ്കിലും നമ്മൾ ഈ സ്വെല്ലിങ്ങിൽ കൂടിയിട്ട് പാസ് ചെയ്യുമ്പോഴത്തേക്കും ഒരു ഷൈനി അപ്പിയറൻസ് ഉണ്ടാവും. അങ്ങനെ ഷൈനി അപ്പിയറൻസ് ഉണ്ടാകുകയാണെങ്കിൽ അതൊരു ഫ്ലൂയിഡ് ഫിൽഡ് ഗാംഗ്ലിയോൺ ആണെന്ന് കൺഫേം ചെയ്യാൻ പറ്റും. ഇത് സോളിഡ് ആയിട്ടുള്ള ട്യൂമേഴ്സിൽ നിന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്ഫുൾ ആണ്. ഇത് നമ്മൾ ട്രാൻസ് ഇലൂമിനേഷൻ ടെക്നിക്ക് എന്നാണ് പറയുന്നത്. ഇറ്റ്സ് എ ടെക്നിക്ക് ഓഫ് പാസിംഗ് എ ഫ്ലാഷ് ലൈറ്റ് ത്രൂ ദി സാമ്പിൾ. പിന്നെ റെയറായിട്ട് പെയിൻ, ടെൻഡർനെസ്, റെസ്ട്രിക്റ്റഡ് മൂവ്മെൻറ്റ്, ഇതൊക്കെ റെയർ കണ്ടീഷൻസിൽ മാത്രമേ കാണാറുള്ളൂ. ഡയഗ്നോസിസ്. ഫിസിക്കൽ എക്സാമിനേഷൻ പാൽപേഷൻ ചെയ്യുമ്പോൾ ഒരു മൊബൈലായിട്ടുള്ളൊരു നോൺ ടെൻഡർ മാസ് ഫീൽ ചെയ്യും. ദെൻ ട്രാൻസ് ഇലൂമിനൻ്റ് ടെക്നിക്ക്, അത് നമ്മൾ നേരത്തെ പറഞ്ഞു, ഫ്ലാഷ് ലൈറ്റ് പാസ് ചെയ്യുന്നൊരു മെത്തേഡാണ്. കൺഫർമേഷൻ യൂസ് ചെയ്യുന്ന ഗാംഗ്ലിയോൺ ആണെങ്കിൽ ഒരു ഷൈനി അപ്പിയറൻസ് ആയിരിക്കും. ദെൻ ഇമേജിംഗ് ടെസ്റ്റ് ലൈക്ക് എക്സ്റേസ്, അൾട്രാസൗണ്ട്, MRI എക്സെട്ര. ഇത് ആർത്രൈറ്റിസ്, ട്യൂമേഴ്സ് പോലുള്ള കണ്ടീഷൻസ് റൂൾ ഔട്ട് ചെയ്യാനായിട്ട് പെർഫോം ചെയ്യുന്നതാണ്. മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ട് അഡോപ്റ്റ് ചെയ്യുന്ന ഒരു ഡയഗ്നോസിസ് മെത്തേഡാണ് ആസ്പിറേഷൻ. ഒരു നീഡിൽ ഒരു സിറിഞ്ച് യൂസ് ചെയ്ത് ഈ സിസ്റ്റിൽ നിന്നുള്ള ഫ്ലൂയിഡ് ആസ്പിറേറ്റ് ചെയ്തെടുക്കും. അങ്ങനെയുള്ള ഫ്ലൂയിഡ് എക്സാമിൻ ചെയ്യുമ്പോൾ ഗാംഗ്ലിയോൺ സിസ്റ്റിൽ നിന്നുള്ള ഫ്ലൂയിഡ് ആണെങ്കിൽ അത് തിക്കായിരിക്കും, ക്ലിയർ ആയിരിക്കും, ട്രാൻസ്ലൂസൻ്റ് ആയിരിക്കും. ഡിഫറൻഷ്യൽ ഡയഗ്നോസിസ്. 4 കണ്ടീഷനാണ് മെയിനായിട്ട് പറയുന്നത്: ലിപ്പോമ, സെബേഷ്യസ് സിസ്റ്റ്, ബേഴ്സ, ലിംഫസിസ്റ്റ്. ലിപ്പോമ എന്ന് പറയുമ്പോൾ സ്കിന്നിൻ്റെയും മസിൽ ലെയറിൻ്റെയും ബിറ്റ്വീനായിട്ട് ഉണ്ടാകുന്ന ഒരു ഫാറ്റി ലംബിനെയാണ് ലിപ്പോമ എന്ന് പറയുന്നത്. അത് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു ട്രാൻസ് ഇലൂമിനേഷൻ ടെക്നിക്ക്, അതായത് നമ്മൾ ഫ്ലാഷ് ലൈറ്റ് പാസ് ചെയ്യുമ്പോൾ നോൺ ട്രാൻസ് ഇലൂമിനേറ്റ് ആണെങ്കിൽ അത് ലിപ്പോമ ആയിരിക്കും. അപ്പോൾ നമുക്ക് അങ്ങനെ അത് റൂൾ ഔട്ട് ചെയ്യാവുന്നതാണ്. പിന്നെ സെബേഷ്യസ് സിസ്റ്റ് എന്ന് പറയുന്നത് സെബേഷ്യസ് ഗ്ലാൻഡിൽ ഉണ്ടാകുന്ന സിസ്റ്റിക് സ്വെല്ലിംഗ് ആണ്. ബേഴ്സ ജോയിൻസിലൊക്കെ ഉണ്ടാവുന്ന ഒരു സൈനോവിയൽ സിസ്റ്റാണ്. ലിംഫസിസ്റ്റ് ലിംഫ് നോഡിൽ ഉണ്ടാവുന്ന സ്വെല്ലിംഗ് ആണ്. അപ്പോൾ ഈ 4 കണ്ടീഷൻസാണ് ഗാംഗ്ലിയോണിൻ്റെ ഡിഫറൻഷ്യൽ ഡയഗ്നോസിസ് ആയിട്ട് പറയുന്നത്. ട്രീറ്റ്മെൻറ്റ്. അസിംറ്റമാറ്റിക് ആയിട്ടുള്ള ഗാംഗ്ലിയോൺ ആണ്, അതായത് പ്രത്യേകിച്ച് പെയിനോ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു സൈൻ സിംറ്റംസ് ഒന്നും ഇല്ല എങ്കിൽ അതിനെ അങ്ങനെ തന്നെ ലീവ് ചെയ്യുന്നതാണ് ബെറ്റർ ഓപ്ഷൻ. കാരണം നമ്മൾ അതിൻ്റെ എക്സിഷൻ ചെയ്യുകയാണെങ്കിൽ റിക്കറൻസിനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പോൾ അങ്ങനെയുള്ള കണ്ടീഷനിൽ പ്രത്യേകിച്ച് സിംറ്റംസ് ഒന്നും ഇല്ല എങ്കിൽ ആക്ടിവിറ്റീസ് അവോയ്ഡ് ചെയ്ത് ഇമ്മൊബിലൈസേഷൻ അഡ്വൈസ് ചെയ്യാം. പിന്നെ കൺസർവേറ്റീവ് ട്രീറ്റ്മെൻ്റ് ആയിട്ട് ആസ്പിറേഷൻ ഓഫ് സിസ്റ്റ്, സ്ക്ലീറോസ് ആൻഡ് ഇഞ്ചെക്ഷൻ, ഓപ്പറേറ്റീവ് മെത്തേഡായിട്ട് എക്സിഷൻ അണ്ടർ ലോക്കൽ അനസ്തേഷ്യ. പക്ഷേ റിക്കറൻസ് ചാൻസസ് വളരെ കൂടുതലാണ്. കോംപ്ലിക്കേഷൻസ്: കാർപ്പൽ ടണൽ സിൻഡ്രം, കംപ്രഷൻ ഓഫ് റേഡിയൽ ആർട്ടറി. പിന്നെ ഈ പറഞ്ഞ സർജിക്കൽ എക്സിഷൻ കാരണം കുറച്ച് കോംപ്ലിക്കേഷൻസ് വരാം, ലൈക്ക് വൂണ്ട് ഇൻഫെക്ഷൻ, സ്കാർ ഫോർമേഷൻ. അപ്പോൾ ഇത്രയാണ് ഈ 2 ടോപ്പിക്സിനെ കുറിച്ച് പറയാനുള്ളത്. ടെന്നീസ് എൽബോ, ഗാംഗ്ലിയോൺ. ഒരു ഷോർട്ട് ഡിസ്ക്രിപ്ഷനാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ കൂടി നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുക. കൂടുതലായിട്ട് നിങ്ങൾ റെഫർ ചെയ്യുക. എല്ലാവരും എക്സാമിന് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. തുടർന്നും ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാവരും കാണുക. കീപ്പ് ഓൺ വാച്ചിങ് us.
support us. Thank you.